പ്രാർത്ഥനയുടെ അവസാന മണിക്കൂർ 79. ഈ സന്ദേശം ഹൃദയത്തിൽ സൂക്ഷിച്ചു വയ്ക്കുക. നിങ്ങളെല്ലാവരുടെയും മാനസാന്തരത്തിന് വേണ്ടിയാണ് ഞാൻ ആഹ്വാനം ചെയ്യുന്നത്. നിങ്ങൾ ഈ സന്ദേശങ്ങൾ വായിക്കുകയോ കേൾക്കുകയോ മാത്രം ചെയ്യണമെന്നല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ അവ നിങ്ങളുടെ ഹൃദയത്തിൽ സംഗ്രഹിച്ചു വയ്ക്കണമെന്നും അങ്ങനെ ഓരോ അവസരത്തിലും നിങ്ങളായിരിക്കുന്ന ഓരോ സാഹചര്യത്തിലും എൻ്റെ ഹിതമനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കണമെന്നുമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇവയെല്ലാം സംഭവിക്കുന്നതിന് മുൻപ് തന്നെ ഇതാ ഞാൻ നിങ്ങളോട് പറയുന്നു, സാമ്പത്തിക വ്യവസ്ഥ ക്രമേണ തകർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ എതിർക്രിസ്തുവിൻ്റെ മുദ്ര പതിപ്പിക്കപ്പെടുന്നില്ലെങ്കിൽ നിങ്ങളുടെ പണം നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയാതെ വരും. എങ്കിലും ആ സമയത്ത് നിങ്ങൾ നിരാശപ്പെടരുത്. എഴുതപ്പെട്ടതെല്ലാം നിറവേറുക തന്നെ ചെയ്യും. ഭൂമി ശുദ്ധീകരിക്കപ്പെടുകയും ചെയ്യും. ഭൂകമ്പങ്ങളും പ്രളയങ്ങളും എങ്ങും ദൃശ്യമാകും. അനേകർ പലായനം ചെയ്യുമെങ്കിലും എന്നോട് വിശ്വസ്തരായിരിക്കുന്നവർ ഭയപ്പെടേണ്ടതില്ല. ഇപ്പോൾ ലോകത്തിലേക്ക് നോക്കുക. എല്ലായിടത്തും വെള്ളപ്പൊക്കവും ഭൂകമ്പങ്ങളും സംഭവിക്കുന്നു എന്നത് സത്യമാണ്. നിങ്ങൾക്ക് അതിനെയെല്ലാം അതിജീവിക്കാൻ കഴിയുന്നുണ്ടോ? മുന്നറിയിപ്പിൻ്റെ ദിവസവും മണിക്കൂറും എൻ്റെ പിതാവ് തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. അത് അവിടത്തേക്ക് മാത്രം അറിയാം. അതുകൊണ്ട് മാസമോ തീയതിയോ പ്രവചിക്കുന്നവരെ നിങ്ങൾ ശ്രദ്ധിക്കരുത്. ഈ മഹാപീഡനത്തിൻ്റെ കാലത്ത് ഉപവാസവും പരിഹാര പ്രവൃത്തികളും സമർപ്പിക്കാൻ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നു. ദൈവം സ്നേഹമാണെന്ന് ഓർക്കുക. അതേസമയം ദൈവം നീതിമാനുമാണെന്നത് മറക്കാതിരിക്കുകയും ചെയ്യുക. തിന്മ ഉണ്ട്, വഞ്ചനയുണ്ട്, പാപമുണ്ട്, സാത്താന് അസ്തിത്വവുമുണ്ട്, സ്വർഗമുണ്ട്, അതോടൊപ്പം നരകവുമുണ്ടെന്നത് മറക്കാതിരിക്കുക. എല്ലാ പിശാചുക്കളും ഇപ്പോൾ ഭൂമിയിലാണുള്ളത്. അഗ്നിയാലും ജലത്താലുമുള്ള ശുദ്ധീകരണത്തിലൂടെയേ ഈ തിന്മയെ നശിപ്പിക്കുവാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് മാനസാന്തരത്തിനായി പ്രാർത്ഥിക്കുക. എന്തെന്നാൽ എല്ലാം നിറവേറേണ്ട സമയം ആഗതമായിരിക്കുന്നു. യുക്തിക്ക് അമിത പ്രാധാന്യം കൊടുക്കരുത്. കാരണം യുക്തിചിന്ത സാത്താനിൽ നിന്നാണ് വരുന്നത്. നിങ്ങളുടെ ജീവിത വ്യാപാരങ്ങൾക്കായി സ്വന്തം യുക്തിയെ ആശ്രയിക്കരുത്. പിന്നെയോ ഇവയെല്ലാം നിങ്ങളുടെ രക്ഷകനായ എന്നെ ഫലമേൽപ്പിക്കുക. ഈ സന്ദേശങ്ങളിൽ വിശ്വസിക്കാത്തവർ നോഹയുടെ കാലത്തെ മഹാപ്രളയത്തിൽ സംഭവിച്ചതെന്തെന്ന് ഓർക്കണം. ഇതാ ചരിത്രം മഹത്തായ രീതിയിൽ വീണ്ടും ആവർത്തിക്കാൻ പോകുന്നു. ഫരിസേയരെ പോലെ പെരുമാറാതിരിക്കുക. പിശാച് നിങ്ങളുടെ ഹൃദയത്തെ അപഹരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് എല്ലായ്പ്പോഴും കുമ്പസാരത്തോടും ദിവ്യകാരുണ്യത്തോടും ചേർന്ന് നിൽക്കുക. നല്ലതിനോട് എങ്ങനെ ഇടപെടണമെന്നും ദുഷ്ടമായവയോട് എങ്ങനെ ഇടപെടണം എന്നുമൊക്കെ ഇക്കാലം കൊണ്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. സഭകൾക്കുള്ളിലുണ്ടാകുന്ന സംക്ഷോഭങ്ങളെല്ലാം തുടർന്നുകൊണ്ടേയിരിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. എന്നെ സ്നേഹിക്കുന്നുവെന്ന് പറയുകയും എൻ്റെ നാമത്തിൽ സംസാരിക്കുകയും ചെയ്യുകയും അതേസമയം പരിശുദ്ധ കുർബാനയെ അവഹേളിക്കുകയും ചെയ്യുന്നവർ നരകാഗ്നിയിൽ ദഹിക്കപ്പെടും. ഇന്ന് ഞാൻ അതീവ ദുഃഖിതനാണ്. വരാനിരിക്കുന്ന ദൈവനീതിയുടെ പ്രവൃത്തി പ്രളയത്തെക്കാളുമോ നോഹയുടെ നാളുകളിൽ സംഭവിച്ചതിനേക്കാളുമോ മോശമാകാതിരിക്കാനായി ഞാൻ എൻ്റെ പിതാവിനോട് പ്രാർത്ഥിക്കുകയാണ്. കാരണം എൻ്റെ ദുഃഖം അത്രയധികമാണ്. നിങ്ങളുടെ അതിക്രമങ്ങൾ അങ്ങേയറ്റം വർദ്ധിച്ചിരിക്കുന്നതിനാൽ എൻ്റെ പിതാവ് എന്നെ ശ്രവിക്കാൻ ആഗ്രഹിക്കുന്നില്ല.